ആന്ധ്രാപ്രദേശിലെ അനന്തപുർ ജില്ലയിലെ ശാന്തമായ ഒരു ഗ്രാമമാണ് ലേപാക്ഷി. എന്നാൽ ഈ ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വീരഭദ്രസ്വാമി ക്ഷേത്രം കേവലം ഒരു ആരാധനാലയം മാത്രമല്ല, അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ വാസ്തുവിദ്യയുടെയും ഐതിഹ്യങ്ങളുടെയും ഒരു നിഗൂഢ ലോകമാണ്. 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം കല്ലുകളിൽ കൊത്തിയെടുത്ത ഒരു കവിത പോലെ ഇന്നും തലയുയർത്തി നിൽക്കുന്നു. ക്ഷേത്രത്തിന്റെ കവാടം കടക്കുമ്പോൾ തന്നെ നമ്മെ സ്വീകരിക്കുന്നത് ഭീമാകാരമായ ഒരു നാഗലിംഗമാണ്. ഒരൊറ്റ പാറയിൽ കൊത്തിയെടുത്ത 7 തലയുള്ള ആ നാഗം ശിവലിംഗത്തിന് കുടപിടിച്ചു നിൽക്കുന്ന കാഴ്ച ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തും. അതിനടുത്ത് തന്നെയുള്ള കൂറ്റൻ ഗണപതി വിഗ്രഹവും ശില്പകലയുടെ ഉത്തമ ഉദാഹരണമാണ്. എന്നാൽ ലേപാക്ഷിയെ ലോകപ്രശസ്തമാക്കുന്നത് അവിടുത്തെ തൂങ്ങുന്ന തൂൺ, ഹാങ്കിങ് പില്ലർ ആണ്. ക്ഷേത്രത്തിലെ 70 തൂണുകളിൽ ഒന്ന് തറയിൽ മുട്ടാതെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു എന്നത് ഇന്നും ആധുനിക എഞ്ചിനീയർമാരെ പോലും അമ്പരപ്പിക്കുന്ന കാര്യമാണ്. ഈ തൂണിനടിയിലൂടെ ഒരു തുണിയോ പേപ്പറോ യാതൊരു തടസ്സവുമില്ലാതെ കടത്തിവിടാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ബാലൻസ് നിലനിർത്തുന്ന ഈ തൂണിന്റെ രഹസ്യം കണ്ടെത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ട കഥ ഇവിടുത്തെ ചുവരുകൾക്ക് പറയാനുണ്ട്. ക്ഷേത്രമുറ്റത്ത് അല്പം ദൂരേക്ക് മാറിയാൽ ഒരു വലിയ പാദമുദ്ര കാണാം. അത് സീതാദേവിയുടെ പാദമാണെന്നാണ് ഐതിഹ്യം. അത്ഭുതകരമായ സംഗതി എന്തെന്നാൽ ആ വലിയ പാദമുദ്രയിൽ എപ്പോഴും വെള്ളം നിറഞ്ഞു നിൽക്കുന്നു എന്നതാണ്. കൊടും വേനലിൽ പോലും വറ്റാത്ത ആ ഉറവ എവിടെ നിന്ന് വരുന്നു എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. രാമായണത്തിലെ ജടായു മോക്ഷം ലഭിച്ച മണ്ണാണിതെന്ന വിശ്വാസവും ഈ യാത്രയ്ക്ക് ഭക്തിയുടെയും ചരിത്രത്തിന്റെയും ഒരു പുതിയ തലം നൽകുന്നു. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിലുള്ള ചുവർചിത്രങ്ങൾ അഥവാ ഫ്രെസ്കോസ് മറ്റൊരു കാഴ്ചയാണ്. 500 വർഷം പഴക്കമുണ്ടെങ്കിലും അവയുടെ നിറങ്ങൾ ഇന്നും മങ്ങാതെ നിൽക്കുന്നു എന്നത് അന്നത്തെ കലാകാരന്മാരുടെ കഴിവിനെ വിളിച്ചോതുന്നു. ക്ഷേത്രത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഏകശിലാ നന്ദി പ്രതിമ ലേപാക്ഷിയുടെ പ്രൗഢി വിളിച്ചോതുന്ന മറ്റൊരു കാഴ്ചയാണ്. ഇവിടുത്തെ കല്യാണ മണ്ഡപം മറ്റൊരു വിസ്മയമാണ്. ശിവന്റെയും പാർവതിയുടെയും വിവാഹം നടന്ന സ്ഥലമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടെ നൂറുകണക്കിന് ശില്പങ്ങൾ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. എന്നാൽ ഈ മണ്ഡപം അപൂർണമാണ്. ഇതിന് പിന്നിലുമുണ്ട് ഒരു ദാരുണ കഥ. ക്ഷേത്രനിർമ്മാതാവായ വിരൂപ്പണ്ണ രാജാവിന്റെ അനുവാദമില്ലാതെ ഭണ്ഡാരത്തിലെ പണമെടുത്ത് ക്ഷേത്രം പണിതു എന്നാരോപിച്ച് രാജാവ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ പിഴുതെടുക്കാൻ ഉത്തരവിട്ടു. വേദനയോടെ വിരൂപ്പണ്ണ സ്വന്തം കണ്ണുകൾ പിഴുത് ക്ഷേത്രച്ചുവരിലെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും ആ ചുവരുകളിൽ 2 ചുവന്ന പാടുകൾ കാണാൻ സാധിക്കും. ചരിത്രവും ഐതിഹ്യവും എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളും ഒത്തുചേരുന്ന ലേപാക്ഷി ഓരോ സഞ്ചാരിയും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരിടമാണ്. കല്ലുകൾ സംസാരിക്കുന്ന ഈ മണ്ണിൽ നമ്മൾ കാണുന്ന ഓരോ കൊത്തുപണിയും ഓരോ കഥകളാണ് പറയുന്നത്.